ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈ ഓരോ മാസം സാലറി വരുമ്പോഴും കുഞ്ഞു കുഞ്ഞു പർച്ചേസുകളൊക്കെ ചെയ്ത് കുറേശ്ശെ സാധനങ്ങൾ വാങ്ങി വെക്കണ പരിപാടി ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ട്. എന്താ പറയുക, ഞാനും റോഷൻ ബ്രോയും അതേപോലെയാണ്. റോഷൻ ബ്രോയ്ക്ക് 2 മക്കളാണ്, 2 കുഞ്ഞു പിള്ളേരാണ്. അപ്പം അവർക്ക് ഇതേപോലെ ടോയ്സൊക്കെ വാങ്ങാൻ പോകുമ്പം ഞാനും കൂടെ പോവും. എന്താ പറയുക, ഞാനിങ്ങനെ ഓരോന്നൊക്കെ മാറ്റി ഒക്കെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ റോഷൻ ബ്രോ ചോദിക്കും, നീ ഇതാർക്ക് വേണ്ടിയിട്ട് വാങ്ങണേ? എന്താ പറയുക, ഇതിനു വേണ്ടി കളിപ്പാട്ടങ്ങളൊക്കെ എന്തിനാ? അത്രയ്ക്ക് പിള്ളേരുണ്ടോ നിൻ്റെ ഏരിയയിൽ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വേറെ പിള്ളേരുണ്ടോ? ഞാൻ പറയാം, വീട്ടിൽ പിള്ളേരുണ്ട്, കൊള്ളാം. ടോയ്സിന് ഇടിയാണ്. ഈ പറഞ്ഞ കാറും ഈ ചെറിയ ചെറിയ പാവയും അതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബെല്ലയ്ക്ക്. ഇപ്പം ബെല്ല മാത്രമല്ലല്ലോ, 2 സന്താനങ്ങളോടെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരുവിധം നേരത്തെ ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പോഴും അതേപോലെ തന്നെയായിരുന്നു. ബെല്ലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോളും കുറച്ച് കണച്ചർ സാധനങ്ങൾ. രാവിലെ 7 മണിക്ക് ഫ്ലൈറ്റാണെന്ന് വൈകിട്ട് 4 മണിക്ക് ഞാൻ അറിഞ്ഞേ. അതുകൊണ്ട് പെട്ടെന്ന് കയറി വന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ബാറ്ററി ഇടേണ്ടതിനെല്ലാം ബാറ്ററി ഇട്ടു, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. ആദ്യം എന്താ പറയുക, കാറൊക്കെ ബാറ്ററി ഇട്ട് അതിനകത്ത് ലൈറ്റും ഒച്ചയും വെള്ളമൊക്കെ ഇട്ടപ്പോൾ ആദ്യം ഇച്ചിരി പേടിച്ചു. ബെല്ലയായാലും പിള്ളേരായാലും കുഞ്ഞു പിള്ളേരല്ലേ, എന്താ പറയുക, അവർക്ക് പിന്നെ അല്ലാതുള്ള ഈ ഉരുട്ടി വിടുന്നതും ഞെക്കണതും കീക്കി പീപ്പിയൊക്കെ കേൾക്കണ സാധനങ്ങളാണ് കൂടുതൽ താല്പര്യം. അമ്മയെ പറഞ്ഞ് അവൾക്ക് കാറ് വേണമെന്ന്. ഇതേ കണ്ടോ, അവൾക്ക് തന്നെ ആ ഒട്ടകവും പിന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും, വലിയ വെയിറ്റൊന്നും ഇല്ലല്ലോ, വലിച്ചുകൊണ്ട് നടക്കാം, അതിനെ കൊണ്ട് നടക്കാം. പിള്ളേരും അതേപോലെ തന്നെയായിരുന്നു. ഈ പാവയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ കൂടുതൽ. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനകത്ത് പണിയാൻ വന്നില്ലെന്നല്ല, അതിനകത്ത് പണിയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, അതിൻ്റെ ടയറും എൻജിൻ ഭാഗങ്ങളൊക്കെ ഒരുവിധം യന്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു 3 ആളും കൂടെ. അവരുടെ എന്താ പറയുക, അവരുടെ സന്തോഷം അതാണല്ലോ നമ്മുടെ സന്തോഷം. അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അവർ നമ്മളെപ്പോഴും ഹാപ്പി ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോന്നും വാങ്ങിയത് അബദ്ധമാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.